ഹലോ, ഇന്നത്തെ ഒരു വീഡിയോ പട്ടുസാരി ഡ്രേപ്പാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് പട്ടുസാരി ഉടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇന്ന് കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ സാരിയുടെ എൻ്റെ ഭാഗം സാരി പാവാടയുടെ റൈറ്റ് ഭാഗത്തായിട്ട് ഇതുപോലെ മടക്കിയിട്ടാണ് ഞാൻ കുത്തുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരിക്ക് നല്ല നീളമുണ്ട്. അപ്പോൾ എത്ര ലെങ്ത്ത് വേണ്ടി അതനുസരിച്ചിട്ട് ടക്ക് ചെയ്യുക. ശേഷം കറങ്ങി ആദ്യം ടക്ക് ചെയ്യുന്ന ഭാഗം വരെ ടക്ക് ചെയ്തിട്ട് മുന്താണിയുടെ പ്ലീറ്റ്സ് എടുക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് മുന്താനി പ്ലീറ്റ്സ് എടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തേക്കുന്നൊന്നുമില്ല, ഡയറക്റ്റായിട്ട് പ്ലീറ്റ്സ് എടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതായത് ചെസ്റ്റ് പ്ലീറ്റ്സും ഫ്രണ്ട് പ്ലീറ്റ്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്, അല്ലാതെ അയണിങ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഉടുക്കുന്നൊരു രീതിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മുന്താണി പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. എടുത്തേക്കുന്ന പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ വേഗം എടുക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടുസാരി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടുതൽ എടുക്കുമല്ലോ. പ്ലീറ്റ്സൊക്കെ എടുക്കുമ്പോൾ എടുത്തേക്കുന്ന പ്ലീറ്റ്സ് കുറച്ചായിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് പിൻ ചെയ്ത് പോവുക. ഞാനിവിടെ വളരെ ചെറിയ പ്ലീറ്റ്സ് അല്ല എടുത്തിരിക്കുന്നത്, കുറച്ച് കൂടി വലിയൊരു പ്ലീറ്റ്സ്, അതായത് ഒരു മീഡിയം സൈസ് എന്നൊക്കെ പറയുന്ന ഒരു പ്ലീറ്റ്സാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ ബോർഡർ ഏകദേശം ഫുള്ള് കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അതല്ല, നമുക്ക് ഈ ബോർഡർ വേണമെങ്കിൽ നമുക്ക് ചെറിയതായിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എടുത്തിരിക്കുന്ന പ്ലീറ്റ്സൊക്കെ ലെഫ്റ്റ് ഷോൾഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾ ലെഫ്റ്റ് ഷോൾഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ചെസ്റ്റ് പ്ലീറ്റ് അപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്യുക. അതിന് ശേഷം മാത്രം ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുന്താണി പ്ലീറ്റ്സിൻ്റെ ലെങ്ത്ത് കുറവാണെങ്കിൽ സാരി എടുത്തതിന് ശേഷം ലാസ്റ്റ് മുന്താണി പ്ലീറ്റ്സ് ഒന്നുകൂടി വലിച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്താൽ മതിയാവും. ശേഷം പ്ലീറ്റ്സ് ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് സാരിയുടെ ഈ ഒരു ഭാഗം ഇതുപോലെ വലിച്ച് ലെഫ്റ്റ് സൈഡ് ഹിപ്പിൻ്റെ ഏരിയയിലോട്ട് കൊണ്ടുവന്നിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ സെക്യൂർ ചെയ്തതിന് ശേഷം ഈ ഒരു ബോർഡർ ഉണ്ടല്ലോ, ഈ ഒരു ബോർഡർ ഇതുപോലെ ഒന്ന് പിരിക്കുക. ഇതുപോലെ പിരിക്കുമ്പോൾ ഹിപ്പിൽ നല്ല ഷേപ്പിൽ കിട്ടും. എന്നിട്ട് സാരി പാവാടയിൽ ടക്ക് ചെയ്ത് കൊടുക്കുക. ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ താഴോട്ട് വീണ് പോവില്ല കേട്ടോ. ഇനി ഫ്രണ്ട് പ്ലീറ്റ്സ് എടുക്കാം. താഴോട്ടുള്ളത് ഞാനിവിടെ ഒരു മീഡിയം സൈസ് പ്ലീറ്റ്സ് ആണ് ഫ്രണ്ടിൽ എടുക്കുന്നത്. എടുത്ത പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്തതിന് ശേഷം ആദ്യത്തെ പ്ലീറ്റ് ഒന്ന് എടുത്തിട്ട് കുറച്ചുകൂടി വലുതാക്കി എടുക്കുക. അപ്പോൾ അവിടെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ സാരിയിലോട്ട് കുത്താനായിട്ട് എക്സ്ട്രാ വരില്ല. ഇതിന് ശേഷം സാരി പാവാടയിലോട്ട് ഇത് ടക്ക് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് പ്ലീറ്റ്സ് ടക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് എടുത്തേക്കുന്ന പ്ലീറ്റ്സ് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സെക്യൂർ ചെയ്തിട്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. പട്ടുസാരി ആണെങ്കിലും അധികം സമയമൊന്നും എടുത്തില്ല ഉടുക്കാനായിട്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലീറ്റ്സ് നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ കൂടുതൽ സാരി ഡ്രിപ്പിംഗ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ചാനലിൽ കയറാത്തവരുണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. ക്രിയേറ്റീവ്സ് സാരി ഡ്രിപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ളൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് ഇഷ്ടംപോലെ സാരി ഡ്രിപ്പിംഗ് വീഡിയോസും ടിപ്സും ട്രിക്സൊക്കെ അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിക്ക് ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത സാരി ഡ്രിപ്പിംഗ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.